ഒരു വൃദ്ധസദനത്തിലെ ഒരു ആഘോഷവേളയിൽ ഒരു പ്രാസംഗിക സംസാരിക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണാൻ ഇടയായി. അവർ വൃദ്ധസദനത്തിൻ്റെ ആഘോഷത്തിൽ ആശംസിക്കുകയും സന്തോഷത്തോടുകൂടി അവരുടെ ദുഃഖങ്ങളും അവിടെ ഇറക്കി വയ്ക്കുകയും ചെയ്തു. അവർക്ക് ഒരു മകനുണ്ട്. മകൻ പഠിപ്പിച്ച് കാനഡയിലെല്ലാം എത്തിച്ചു. വളരെ സന്തോഷകരമായ ജീവിതം അവിടെ നയിക്കുന്നു. അപ്പോൾ വീട്ടിൽ അവർ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും സീനിയർ സിറ്റിസണാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഭർത്താവിന് കുറേ രൂക്ഷമായ രോഗ അവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. വളരെ എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാം 4 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പം മോനെ വിവരം അറിയിച്ചു. മോന് 5 ദിവസത്തെ അവധിയെടുത്ത് കാനഡയിൽ നിന്നും എത്തി. അപ്പോൾ കാനഡയിൽ നിന്നെത്തി ഭാഗ്യവശാൽ അച്ഛന് 5 ദിവസമായിട്ടും ഒരു മാറ്റവുമില്ല. അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ മോന് അല്പം ദേഷ്യം വന്നു ഉള്ളിൽ. 5 ദിവസമായിട്ടും സമയം വേസ്റ്റായി പോയില്ലേ, അതുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനമായില്ലല്ലോ, വല്ലാത്ത ഒരവസ്ഥയാണിതെന്ന് പറഞ്ഞു. ആ വാക്കുകൾ അമ്മയെ വല്ലാതെ നോവിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്ത നോവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നാൾ അവരുടെ സമയമെല്ലാം പാഴാക്കി വളർത്തി മോനെ നല്ല നിലയിൽ കാനഡയിൽ അയച്ചു. അതിനൊക്കെ എന്തുമേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ആ ദമ്പതികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാതാപിതാക്കൾ എന്തിനാണ് സ്വന്തം കാര്യം നോക്കാതെ ജീവിക്കുന്നത്? മക്കൾ ഒരു പ്രായമായി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. പക്ഷേ ആ കാര്യങ്ങളിൽ രക്ഷിതാക്കൾ കുറച്ച് ഇടപെടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം മക്കളാണ് സർവസ്വവും എന്ന് വിചാരിച്ച് എല്ലാം അവർക്ക് വേണ്ടി തന്നെ ചേർത്ത് വയ്ക്കും. അവർക്ക് വേണ്ടി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ടായിരിക്കും ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. അവരൊരു പ്രാപ്തിയാവുമ്പോൾ അവരതേപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. അപ്പോൾ നമുക്ക് അന്നേരമാണ് നമ്മളെപ്പറ്റി ഓർക്കുന്നത്. അപ്പോൾ നമ്മളുടെ കഴിവുകളെല്ലാം പോയി നമ്മൾ വേറൊരു അവസ്ഥയിൽ ആയി കാണും. അതുകൊണ്ട് എല്ലാവരും അവനവനെ സ്നേഹിക്കുക. മക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല, മക്കളെ സ്നേഹിക്കണം. ഒരു പരിധി വരെ മക്കളെ സ്നേഹിക്കണം. പക്ഷേ എല്ലാം മക്കൾക്കായിട്ട് വരും. നമ്മളെ കരുതിയിട്ട് വേണം മക്കൾക്കായിട്ട് കൊടുക്കാൻ. അത് ആരും മറക്കരുത്. മറക്കാതെ അത് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബാല്യത്തിൽ നമ്മൾ ഒന്ന് കരഞ്ഞാൽ ഓടി വരും എല്ലാവരും. കൗമാരത്തിൽ നമ്മൾ അങ്ങനെ കരയാറില്ല. അപ്പം വാർദ്ധക്യമാകുമ്പോൾ നമ്മൾ കരഞ്ഞാലും ആരും ശ്രദ്ധിക്കാൻ ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ ഈ രീതിയിൽ പോയാൽ നമ്മൾ സീനിയർ സിറ്റിസണിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ലാതെ ഒരു പാഴ്വസ്തുവായിട്ട് ജീവിതം മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. താങ്ക് യു.